ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കാം. അതിങ്ങനൊരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും അതിലേക്ക് 1 കപ്പ് വാട്ടർ ആഡ് ചെയ്ത് ഇതൊന്ന് നല്ലതായിട്ട് അലുത്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റും 15 to 20 ഡേറ്റ്സും ആഡ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഈ കാണുന്ന പോലത്തെ കൺസിസ്റ്റൻസി വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു 1 കപ്പ് ഷുഗർ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് പൗഡറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 3 എഗ്ഗ്, നോർമൽ ടെമ്പറേച്ചറുള്ള എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഓയിൽ ആഡ് ചെയ്യാം. നല്ലതായിട്ട് പതഞ്ഞു വരണം. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം. ഇതൊന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതിനായിട്ട് 2 കപ്പ് പ്ലെയിൻ ഫ്ലോർ ആഡ് ചെയ്യാം. ഇത് നല്ലതായിട്ടൊന്ന് ഇടഞ്ഞെടുക്കാം. തരിയൊന്നും ഇല്ലാതിരിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം. ഇനി ഇത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. കേക്ക് അടിപൊളിയായിരുന്നു. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.